അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ വധശ്രമം. പെൻസിൽവാനിയയിലെ റാലിക്കിടെയാണ് ട്രംപിന് നേരെ ആക്രമണമുണ്ടായത്. പൊതുവേദിയിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് പ്രസംഗിക്കുന്നതിനിടെ അക്രമി വെടിയുതിർക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ വലതു ചെവിക്ക് വെടിയേറ്റതായാണ് റിപ്പോർട്ട്. ട്രംപിന്റെ മുഖത്തു നിന്ന് രക്തം ഒഴുകുന്നത് പുറത്തുവന്ന ചിത്രങ്ങളിലും വീഡിയോകളിലും വ്യക്തമായി കാണാം. വലതു ചെവിയിൽ വെടിയേറ്റുവെന്നും മുഴങ്ങുന്ന ശബ്ദം കേട്ടപ്പോൾ എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലായി എന്നുമാണ് സംഭവത്തെക്കുറിച്ച് ട്രംപ് പറഞ്ഞത്. വെടിയുണ്ട ശരീരത്തിൽ തട്ടുന്നത് തനിക്ക് അനുഭവപ്പെട്ടുവെന്നും ട്രംപ് പറഞ്ഞു. വെടിയേറ്റ ട്രംപിനെ വളഞ്ഞ സുരക്ഷാ സേന ഉടൻ തന്നെ അദ്ദേഹത്തെ സ്ഥലത്തുനിന്ന് മാറ്റി. ട്രംപ് സുരക്ഷിതനാണെന്നും സമീപത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെന്നും അദ്ദേഹത്തിന്റെ വക്താവ് സ്റ്റീവൻ ചുങ് അറിയിച്ചു. റാലിയിൽ പങ്കെടുത്ത മറ്റൊരാളും മരിച്ചതായി റിപ്പോർട്ടുണ്ട്. ശനിയാഴ്ച വൈകുന്നേരം 6:15 നടന്ന റാലിക്കിടെയായിരുന്നു ആക്രമണമുണ്ടായിരുന്നത്. അഭിസംബോധന തുടങ്ങി അല്പസമയം കഴിഞ്ഞപ്പോഴായിരുന്നു വെടിവെച്ചത്. റാലി നടക്കുന്നതിന് സമീപത്തെ കെട്ടിടത്തിൽ നിന്നാണ് അക്രമി വെടിവെച്ചത്. അക്രമി 8 തവണ വെടിവെച്ചു എന്നാണ് റിപ്പോർട്ട്. സുരക്ഷാ സൈനികരുടെ വെടിയേറ്റ് അക്രമിയുടെ തല തകർന്ന നിലയിലാണ്. 1981 റൊണാൾഡ് റീഗന് നേരെയുണ്ടായ ആക്രമണത്തിന് ശേഷം അമേരിക്കയിൽ ഒരു പ്രസിഡന്റിന് നേരെയോ പ്രസിഡൻഷ്യൽ സ്ഥാനാർത്ഥിക്ക് നേരെയോ ഉണ്ടാകുന്ന ആദ്യ വധശ്രമമാണ് ഇപ്പോഴെന്നതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആക്രമിയെ പോലീസ് വെടിവെച്ചു കൊന്നു. വെടിവെപ്പ് കൊലപാതക ശ്രമമാണെന്ന് നിയമപാലകർ അറിയിച്ചു. പ്രസിഡന്റ് ജോ ബൈഡൻ ആക്രമത്തെ അപലപിക്കുകയും ട്രംപ് സുരക്ഷിതനാണെന്ന് അറിഞ്ഞതിൽ ആശ്വസിക്കുന്നുവെന്ന് പ്രസ്താവനയിലൂടെ അറിയിച്ചു. അമേരിക്കയിൽ ഇത്തരം പ്രവർത്തികൾ വെച്ച് പൊറപ്പിക്കില്ല എന്ന് അദ്ദേഹം പിന്നീട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പെൻസിൽവാനിയയിലെ ബട്ട്ലറിൽ വെടിവെപ്പ് നടന്ന സ്ഥലത്ത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്വേഷണം മുന്നോട്ടു പോകുന്നു. US രഹസ്യാന്വേഷണ വിഭാഗവുമായി സംയുക്തമായി പ്രവർത്തിക്കുമെന്ന് ഏജൻസി പ്രസ്താവനയിലൂടെ അറിയിച്ചിട്ടുണ്ട്. ഇതുവരെ ആക്രമി ആര് എന്ന് വ്യക്തമായിട്ടില്ല. ട്രംപിന് നേരെ ഉണ്ടായ അക്രമത്തിൽ ഷൂട്ടർ ഗ്രൗണ്ടിന് പുറത്തായിരുന്നുവെന്നും ഒരു കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ നിലയുറപ്പിച്ചിരുന്നതായി താൻ കണ്ടുവെന്നും ഒരു ദൃക്സാക്ഷി അവകാശപ്പെട്ടു. വെടിയുതിർത്തയാളുടെ കൈവശം റൈഫിൾ ഉണ്ടായിരുന്നുവെന്നും കെട്ടിടത്തിന് മുകളിലായിരുന്നു അയാൾ നിലയുറപ്പിച്ചത് എന്നുമാണ് ദൃക്സാക്ഷി പറഞ്ഞത്. അതേസമയം ഷൂട്ടർ ഉണ്ടായിരുന്നത് വേദിക്ക് പുറത്തായിരുന്നുവെന്നും അയാൾ എങ്ങനെ അവിടെ എത്തിയെന്ന് അന്വേഷിക്കുമെന്നും ബട്ടർ കൌണ്ടി ഡിസ്ട്രിക്ട് അറ്റോർണി റിച്ചാർഡ് ഗോൾഡിംഗർ പറഞ്ഞു. ട്രംപ് റാലിക്കിടെയുണ്ടായ വെടിവയ്പിന്റെ പശ്ചാത്തലത്തിൽ ഡൊണാൾഡ് ട്രംപിനെ പിന്തുണച്ച് ഇലോൺ മസ്ക് രംഗത്തെത്തി. ട്രംപ് അനുകൂല സൂപ്പർ PSC-ക്ക് വൻ സംഭാവന നൽകിയതായി റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെ ശതകോടീശ്വരൻ ട്രംപിന് തന്റെ പൂർണ്ണ പിന്തുണ അറിയിച്ചിരിക്കുകയാണ്. അദ്ദേഹം മുൻ പ്രസിഡന്റ് ട്രംപിനെ പൂർണ്ണമായും അംഗീകരിക്കുന്നുവെന്നും വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്നും എക്സിൽ കുറിച്ചു. കൊലപാതക ശ്രമം എന്ന് വിളിക്കപ്പെടുന്ന സംഭവം മുൻ പ്രസിഡന്റ് ആയിരുന്ന തിയോഡോർ റൂസ്വെൽറ്റിനുണ്ടായ അനുഭവത്തോട് സാമ്യമുള്ളതാണെന്നും മസ്ക് പറഞ്ഞു. 1912 പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ ഒരു കൊലപാതക ശ്രമം നേരിട്ട മുൻ പ്രസിഡന്റ് തിയോഡോർ റൂസ്വെൽറ്റിനെയാണ് ട്രംപിന്റെ സംഭവത്തോട് മസ്ക് ചേർത്ത് വെച്ചത്. അതേസമയം ട്രംപിനെതിരായ വധശ്രമത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്തെത്തി. രാഷ്ട്രീയത്തിലും ജനാധിപത്യത്തിലും അക്രമത്തിന് സ്ഥാനമില്ല എന്ന് മോദി വ്യക്തമാക്കി. എന്റെ സുഹൃത്തും മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരായ ആക്രമണത്തിൽ അഗാധമായ ആശങ്കയുണ്ട്. സംഭവത്തെ ശക്തമായി അപലപിക്കുന്നു. രാഷ്ട്രീയത്തിലും ജനാധിപത്യത്തിലും അക്രമണത്തിന് സ്ഥാനമില്ല എന്നും അദ്ദേഹം വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. ഞങ്ങളുടെ ചിന്തകളും പ്രാർത്ഥനകളും അക്രമത്തിന് ഇരയായവരുടെ കുടുംബത്തിനും പരിക്കേറ്റവർക്കും അമേരിക്കൻ ജനതയ്ക്കും ഒപ്പമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശനിയാഴ്ച പെൻസിൽവാനിയയിലെ ബട്ട്ലറിൽ പ്രചാരണ റാലിയിൽ സംസാരിക്കുന്നതിനിടെ ട്രംപിന് നേരെ വെടിവയ്പുണ്ടായതിന്റെ ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.